This is beyond sports. Accept the unaccepted. അല്പനേരത്തെ ദാഹം ശമിക്കാൻ വേണ്ടി ഒരു രുചിക്ക് വേണ്ടി നമ്മൾ കുടിക്കുന്നത് നാളെ അവരുടെ ഭാവിയെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. മദ്യപാനത്തിനെക്കാട്ടി ലഹരി ഉപയോഗത്തിനെക്കാട്ടി വലിയൊരു ഉപയോഗമാണ് ഇതിൽ നടക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെടേണ്ടത്. മലപ്പുറം ജില്ലയിലെ ഒരു 17 വയസ്സാണ്, +2 പഠിക്കുന്നൊരു കുട്ടിയാണ്. എല്ലാ ദിവസവും കൃത്യമായി ഫുട്ബോൾ പ്രാക്ടീസിന് പോയിട്ട് ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു 10 രൂപയ്ക്ക് കിട്ടുന്നൊരു കുപ്പി ആണ് സ്ഥിരമായി പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കഴിച്ചുടൻ അദ്ദേഹം വൊമിറ്റ് ചെയ്ത് അവസാനം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ പുള്ളിക്ക് ലിവർ സിറോസിസ് 3rd സ്റ്റേജും കഴിഞ്ഞ് ഇരിക്കുന്നു. ജീവൻ രക്ഷിക്കാനായില്ല. വലിയ ഇതായി. സിനിമാ നടൻ കൊച്ചിൻ ഹനീഫയുടെ മരണത്തിനൊക്കെ കാരണമാക്കിയിട്ടുള്ള വാർത്തകളൊന്നും വന്നില്ല. കാര്യം അപ്പുറത്തെ പ്രധാന പ്രതി മൾട്ടിനാഷണൽ കമ്പനിയിലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. സർക്കാർ സംവിധാനങ്ങൾ അതിനെതിരെ രംഗത്ത് വരിക, അതാണ് ഒരു മാർഗം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ തലമുറ നഷ്ടപ്പെടും. ഇപ്പോൾ 21 വയസ്സുള്ളവർക്ക് മദ്യം കൊടുക്കില്ല, അതുപോലെ 21 വയസ്സുള്ളവർക്ക് ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കൊടുക്കില്ലെന്ന് തീരുമാനിക്കാവുന്ന കേസ്. കായിക തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമ്പോൾ ഇത്തരം ഈ ദുഷ്ടലാക്കോടും ലാഭേച്ഛയോടും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു തലമുറ നശിപ്പിച്ച് കളയുന്നത്. അതിനെതിരെ ഒരു ബോധവൽക്കരണമാണ് ശരിക്കും വേണ്ടത്. റൊണാൾഡോയെ പോലെ ചങ്കുറപ്പുള്ള കക്ഷികൾ ഉണ്ടാവണം. അല്ലെങ്കിൽ മലയാളത്തിലും അങ്ങനെ കുറച്ച് പേരൊക്കെ ഇതിനകത്ത് സിനിമയുടെ സൂപ്പർ താരങ്ങളൊക്കെ ഇത്തരം പരസ്യങ്ങളിൽ നിന്നും മാറി നിൽക്കും. മദ്യപിക്കുന്ന രംഗം, പുകവലിക്കുന്ന രംഗം വരുമ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് എഴുതി കാണിക്കും. അതേസമയം അതിലെ നായകൻ ഇതുവരെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഒന്നും എഴുതി കാണിക്കുന്നില്ല. ഈ കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് 10 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 8 രൂപ ലാഭം കിട്ടും, അല്ലെങ്കിൽ 5 രൂപയ്ക്ക് പുറത്തവർക്ക് പകുതി കൂടുതൽ ലാഭം കിട്ടും. അവരതെടുത്ത് വയ്ക്കും. ഇത്രയും ഗുരുതരമായൊരു വിഷയമുണ്ടായിട്ട് ഒരു വാർത്ത പോലും പുറത്തു വരാതിരിക്കണമെങ്കിൽ ആ കമ്പനികൾക്ക് എന്തുമാത്രം സ്വാധീനം ഉണ്ടായിരിക്കണം. ഒരു ബോട്ടിലിന് 10 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പാനീയമാണ് ഇദ്ദേഹം കുടിച്ചതെന്ന് വ്യക്തമാണ്. ഒരു പരസ്യം ചെയ്താൽ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പരസ്യം ചെയ്താൽ സ്വാഭാവികം അവർക്ക് കിട്ടുന്ന ലാഭം എത്രയാണ്? അത് മാധ്യമം കിട്ടുന്ന ലാഭം ഇതാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആ കൊച്ചിന് പോലും ഒരു ലിവർ സിറോസിസ് പോലുള്ള ഒരു രോഗം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു കാഠിന്യം എത്രയാണെന്ന് നമ്മൾ അതിലടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളുടെ അളവ് തന്നെയാണ്. കൊച്ചിൻ ഹനീഫയുടെ കാര്യം പറയാം. കൊച്ചിൻ ഹനീഫ ജീവിതത്തിൽ മദ്യപിക്കാത്ത ആളാണ്. അത് കുടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് ആരോഗ്യത്തിന് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാകും. ഷുഗർ കലക്കിയ, പഞ്ചസാര കലക്കിയ വെള്ളമാണ് ഈ കൊടുക്കുന്നത്. ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത ഈ വെള്ളമാണ്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ലിവർ സിറോസിസ് അടക്കമുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാണ്. ലഹരിക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് പോരാടും. പക്ഷേ ഇത്തരമൊരു സാഹചര്യം, ഇത്തരമൊരു സോഫ്റ്റ് ഡ്രിങ്ക്സുകൾക്കെതിരെയും കൂടെ നമ്മളൊരു പൊരുത്തൽ നടത്തേണ്ടതില്ലേ? നമസ്കാരം. പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ വേനലാണ്, കൂടാതെ കുട്ടികൾക്ക് വെക്കേഷനുമാണ്. അപ്പോൾ ഈ വെക്കേഷനിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് കുട്ടികൾ മത്സരത്തിന് ശേഷം അല്ലെങ്കിൽ കളിക്ക് ശേഷം സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കുടിക്കുന്ന ഒരു കാര്യം. മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ. അപ്പോൾ ഈ അടുത്തിടെ ഒരു സംഭവം തന്നെ നമ്മൾ കാണാനിടയായി. ഒരു കൊച്ചു പയ്യൻ, ഒരു 20 വയസ്സിന് താഴെ പ്രായമുള്ളൊരു പയ്യൻ നിരന്തരം സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കുടിക്കുന്നു. ആ കൊച്ചിനെ ഒരു ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു വലിയൊരു രോഗത്തിലേക്ക് എത്തുന്നു. ആ രോഗം ആ കൊച്ചിൻ്റെ ജീവനെടുക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമുക്കറിയാം. കുട്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോൾ ശരിക്കും നമ്മൾ ലഹരിക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് പോരാടും. പക്ഷേ ഇത്തരമൊരു സാഹചര്യം, ഇത്തരമൊരു സോഫ്റ്റ് ഡ്രിങ്ക്സുകൾക്കെതിരെയും കൂടെ നമ്മളൊരു പൊരുത്തൽ നടത്തേണ്ടതില്ലേ? തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് നേരത്തെ പറഞ്ഞ സംഭവം പ്രധാനം വരുന്ന മലപ്പുറം ജില്ലയിലായിരുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു 17 വയസ്സാണ്, +2 പഠിക്കുന്നൊരു കുട്ടിയാണ്. എല്ലാ ദിവസവും കൃത്യമായി ഫുട്ബോൾ പ്രാക്ടീസിന് പോയിട്ട് ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു 10 രൂപയ്ക്ക് കിട്ടുന്നൊരു കുപ്പി ആണ് സ്ഥിരമായി പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കഴിഞ്ഞ 1-2 വർഷമായി ഇത് തന്നെയാണ് ഈ പ്രാക്ടീസിന് ശേഷം ഈ കുപ്പികളാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ഒരു മത്സരത്തിലേക്ക് ചെല്ലുന്നു. അത് മത്സരം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ ഡ്രിങ്ക്സ് തന്നെ വാങ്ങിച്ച് കുടിക്കുന്നു. ആ കൃത്യം അതേ ഫ്ലേവർ തന്നെ വാങ്ങിച്ച് കുടിക്കുന്നു. ഇത് കഴിച്ചുടൻ അദ്ദേഹം വൊമിറ്റ് ചെയ്ത് അവസാനം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ പുള്ളിക്ക് ലിവർ സിറോസിസ് 3rd സ്റ്റേജും കഴിഞ്ഞ് നിൽക്കുന്നു. ജീവൻ രക്ഷിക്കാനായില്ല. വലിയ ഇതായി. പക്ഷേ വാർത്തകളൊന്നും വന്നില്ല. കാര്യം അപ്പുറത്തെ പ്രധാന പ്രതി മൾട്ടിനാഷണൽ കമ്പനിയിലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. നമ്മൾ ഈ സാധാരണ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയും കിട്ടുന്ന ഈ ചെറിയ കുപ്പികളിൽ അടച്ചു വന്ന ജ്യൂസുകളുണ്ട്.
കൂടുതൽ പേര് അതാണ് വാങ്ങി കുടിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ അതാണ് വാങ്ങി കുടിക്കുന്നത്. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ അതേ പൈസയ്ക്ക് 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഡ്രിങ്ക്സ് ഇറക്കുകയും നല്ല ഇപ്പോൾ ക്രിക്കറ്റ് താരങ്ങളെ കൊണ്ടോ ഫുട്ബോൾ താരങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ സിനിമ സൂപ്പർ സ്റ്റാറുകളെ കൊണ്ടൊക്കെ പരസ്യം ചെയ്യും. അപ്പോൾ കുട്ടികൾ ഇതിൽ ആകർഷകരാകും, അവർ കുടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും. ഇതിനകത്ത് വെറും ഇത് സിട്രസ് ചേരാത്ത ഈ ഷുഗർ കലക്കിയ പഞ്ചസാര കലക്കിയ വെള്ളമാണ് ഈ കൊടുക്കുന്നത്. ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത ഈ വെള്ളമാണ്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ലിവർ സിറോസിസ് അടക്കമുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാണ്. ഇതിനെതിരെ ഒരു ബോധവൽക്കരണം നടക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് മദ്യവർജനം പോലുള്ള സംഭവങ്ങൾക്കെതിരെയുള്ള പ്രചരണത്തിനേക്കാൾ കൂടുതൽ ഈ മദ്യപിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു ആൾക്കാരുണ്ട്, അവർ മാത്രമാണ് സ്ഥിരമായി ഉപയോഗിക്കുന്നത്. അവർക്ക് ഇതങ്ങനെയല്ല, ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികളും, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഏത് പ്രായത്തിലുള്ളവരും ഉപയോഗിക്കുന്നതാണ് ഇത്തരം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ. അപ്പോൾ അതിനെതിരെ ഒരു പ്രചാരണം വേണ്ടത്. നിരോധിക്കാൻ ഇല്ലെങ്കിൽ അതിനെതിരെ വ്യാപകമായ ഒരു പ്രചാരണം കായിക സംഘടനകളും കായിക താരങ്ങളൊക്കെ നടത്തേണ്ടതാണ്. റൊണാൾഡോ വെള്ളം കുടിക്കുന്നത് ഒരു വലിയ ബ്രാൻഡഡ് കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടാണ് പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ആ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ താരങ്ങൾക്ക് വേണം, നമ്മുടെ കായിക സംഘടനയ്ക്ക് വേണം. ഇല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളുണ്ടാവും. കാരണം ഈ 10 രൂപയ്ക്ക് ചെറിയ കുപ്പിയിൽ അടച്ചു വരുന്ന വെള്ളം ഉണ്ടാക്കാൻ എടുക്കുന്നത് 1-2 രൂപയ്ക്കകത്ത് അവർക്ക് ഈ സാധനം. അതെങ്ങനെയാണ് ശരിക്കും നമ്മൾ തന്നെ ഒരു ഫ്രൂട്ട്സ് നമ്മൾ വീട്ടിൽ വാങ്ങി ജ്യൂസ് അടിക്കാൻ എത്ര രൂപ ചിലവ് വരും എന്ന് ആലോചിച്ചാൽ അതിന് കുപ്പിയുണ്ട്, അത് സീൽ ചെയ്ത ബോട്ടിലുണ്ട്, അത് തണുപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊരു 10 രൂപയ്ക്ക് അവർ വിൽക്കുന്നത് അവർക്ക് എത്ര രൂപയ്ക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശരിക്കും നമ്മൾ നോക്കേണ്ടത്. അതെ, ആരോഗ്യത്തിന് തീരെ ഹാനികരമായ സോഡിയം ബൈസനേറ്റ് പോലുള്ള ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. കുടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാകും, പക്ഷേ ഇത് ആരോഗ്യത്തിന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത് നല്ല പച്ചവെള്ളം വാങ്ങി കുടിക്കാതെ. ഒരു കാര്യം ആലോചിക്കണം, ഒരു ദിവസം കേരളത്തിൽ ഈ വേനൽക്കാലത്തിരിക്കുന്ന 300 കോടി രൂപയുടെ കുടിവെള്ളമാണ്. അത് ഈ ഒരു അത്രയ്ക്ക് വെള്ളത്തിന് ചിലവുള്ളതാണ്. അപ്പോൾ നമുക്ക് എവിടെ നോക്കിയാലും കുപ്പിവെള്ളത്തിൻ്റെ പരസ്യമാണ് കാണുന്നത്. നമ്മൾ പരമാവധി വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ല മാർഗ്ഗം. അല്ലെങ്കിൽ ഈ കളി നടത്തുന്നവർ അവർ നല്ല വെള്ളം തിളപ്പിച്ച് ആറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത്തരം സാധനങ്ങൾ വാങ്ങി കുടിക്കുന്നത് വലിയ അപകടത്തിലേക്ക് പോകും. അതിനും ബുദ്ധിമുട്ടാണ് ഈ 10 രൂപക്ക് സാധാരണ വെള്ളം കിട്ടും. സാധാരണ അതെ, അത് വാങ്ങി കുടിക്കുക. പക്ഷെ കുട്ടികൾക്ക് അത് പറ്റില്ല. അവർക്ക് കുട്ടികളെ ടേസ്റ്റ് അത് അവർക്കറിയില്ല, ഇതിൻ്റെ ദോഷം അറിയില്ല. ഇത് ഈ കളി നടത്തുന്നവർ അല്ലെങ്കിൽ ഈ സംഘാടകർ അല്ലെങ്കിൽ അധ്യാപകർ അവർ വളരെ കാര്യമായി പ്രചരണം നടത്തിയില്ലെങ്കിൽ ഈ തലമുറ കായിക രംഗത്ത് നിന്ന് വളരെ വലിയ നഷ്ടമുണ്ടാകും. ഈ ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, എല്ലാ കുട്ടികളും രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കാനിറങ്ങുന്നതാണ്. ഈ നിസ്സാര പൈസയേ ഉള്ളൂ അവർക്ക്, അതാണ് അവരുടെ വലിയ ആകർഷണം. അവർക്ക് ഈ ബസ്സിന് കൊടുക്കുന്ന പൈസ ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടായിരിക്കും ഇവർ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയി ഒരു ജ്യൂസ് വാങ്ങി കുടിക്കുക. അത് നല്ല കളറിൽ നല്ല സുന്ദരമായ കുപ്പിയിൽ കിട്ടും, നല്ല തണുപ്പിച്ച് കൊടുക്കും. ഇതിൻ്റെ ടേസ്റ്റ് അവർ പിടിച്ച് അവർ കുടിക്കും. അത് ഒരു വലിയ നമുക്കറിയാം സിനിമാ നടൻ കൊച്ചിൻ ഹനീഫയുടെ മരണത്തിനൊക്കെ കാരണമാക്കിയിട്ടുള്ളത്. പക്ഷേ കൊച്ചിൻ ഹനീഫയുടെ പ്രായമല്ല ഈ കൊച്ചു പയ്യൻ, ഒരു 17-18 വയസ്സെന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനായ പയ്യൻ. പക്ഷെ മാത്രമല്ല സ്പോർട്സ് താരമാണ്, ഫുട്ബോൾ താരം കൂടെയാണ്, മികച്ച കളിക്കാരനും കൂടെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ കൊച്ചിന് പോലും ഒരു ലിവർ സിറോസിസ് പോലുള്ള ഒരു രോഗം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു കാഠിന്യം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിലടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങളുടെ അളവ് തന്നെയാണ്. കൊച്ചിൻ ഹനീഫയുടെ കാര്യം പറയാം. കൊച്ചിൻ ഹനീഫ ജീവിതത്തിൽ മദ്യപിക്കാത്ത ആളാണ്. അതുപോലെ ട്രാഫിക്കൊക്കെ സംവിധാനം ചെയ്ത രാജേഷ് പിള്ള, അവരൊക്കെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കൂടുതലായി കുടിച്ചുകൊണ്ടിരുന്നതാണ്. വിശക്കുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുക, ജങ്ക് ഫുഡ് കഴിക്കുക എന്നുള്ള ശീലമായിരുന്നു. അത്രയും പ്രായമായിരുന്നിട്ടും അവർക്ക് ഇതെല്ലാം ബാധിച്ചു. അപ്പോൾ ഒരു കുട്ടിക്ക് എത്രത്തോളം ഇതായി ബാധിക്കും. അത് 2019 ക്യാൻസറിനെ സംബന്ധിച്ച് നടന്നൊരു പഠനമുണ്ട്. അത് ഫ്രാൻസിലെ ഇൻ്റർനാഷണൽ ഏജൻസി നടത്തിയ പഠനമാണ്. അവർ ഏതാണ്ട് 2 ലക്ഷം പേരിൽ പഠനം നടത്തി. അതിൽ 21,000 പേരാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ സ്ഥിരമായി നിരന്തരം ഉപയോഗിക്കുന്നത്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഈ ബ്രാൻഡഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഉപയോഗിച്ച 21,000 പേർക്ക് അവർ ക്യാൻസർ കണ്ടെത്തി. 43% പേർക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾ, ലിവർ സംബന്ധമായ രോഗങ്ങൾ കണ്ടെത്തി. ഇത് 2019 പഠനമാണ്. അതിനുശേഷം ഇതേ ഏജൻസി നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്.
ഈ പഠനങ്ങളെക്കുറിച്ചൊന്നും ഒരു വാർത്തയും പുറത്തു വരില്ല. കാരണം ഇവിടെ അത്തരം ആരോഗ്യ സംഘടനകൾ നടത്തുന്ന NGOs നടത്തുന്ന ലാഭേച്ഛ കൂടാതെ നടത്തുന്ന ഇത്തരം പഠനങ്ങൾ ഈ പഠനങ്ങളൊന്നും പുറത്തു വിടാൻ പലർക്കും താല്പര്യമില്ല. അതേസമയം ഒരു പരസ്യം ചെയ്താൽ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പരസ്യം ചെയ്താൽ സ്വാഭാവികം അവർക്ക് കിട്ടുന്ന ലാഭം എത്രയാണ്, അത് മാധ്യമം കിട്ടുന്ന ലാഭം ഇതാണ്. അതുകൊണ്ട് ഇതിനെതിരെ ഈ മലപ്പുറത്തെ സംഭവം എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രാദേശിക ഈ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വാർത്തയായതിനു ശേഷം 1-2 ദിവസത്തിന് ശേഷം ഇത് സംബന്ധിച്ചൊരു വാർത്ത പോലും ഇല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും ഇത് സംബന്ധിച്ചൊരു വാർത്തയില്ല. ഇത്രയും ഗുരുതരമായൊരു വിഷയമുണ്ടായിട്ട് ഒരു വാർത്ത പോലും പുറത്തു വരാതിരിക്കണമെങ്കിൽ ആ കമ്പനികൾക്ക് എന്തുമാത്രം സ്വാധീനം ഉണ്ടായിരിക്കണം. ഒരു ബോട്ടിലിന് 10 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പാനീയമാണ് ഇദ്ദേഹം കുടിച്ചതെന്ന് വ്യക്തമാണ്. അത് പരിചയമുള്ളവരെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അവരാ വാർത്ത പുറത്തു വരാതിരിക്കാൻ വേണ്ടി എന്തുമാത്രം ചിലവ് ചെയ്തിരിക്കണം. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അവർക്ക് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം. ഇത് ഒരു ബോധവൽക്കരണത്തിലൂടെ അല്ലാതെ വീട്ടിലും സ്കൂളിലും പൊതുസമൂഹത്തിലും കടകളിലും ഈ കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് 10 രൂപയ്ക്ക് വയ്ക്കുമ്പോൾ 8 രൂപ ലാഭം കിട്ടും, അല്ലെങ്കിൽ 5 രൂപയ്ക്ക് പുറത്തവർക്ക് പകുതി കൂടെ ലാഭം കിട്ടും. അവരതെടുത്ത് വയ്ക്കും. അത് നമ്മളെ കുട്ടികളൊന്ന് വാങ്ങുകയും ചെയ്യും. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പരസ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ കായിക താരങ്ങളാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കായിക താരങ്ങളോടാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അവർ എങ്ങനെയാണ് ഇതിനെ ചേർത്ത് നിൽപ്പിന് സാധനങ്ങൾ ഉപയോഗിക്കാതെയാണ് അവർ കായിക താരങ്ങളായി മാറിയത്. അത് ഇനിയിപ്പോൾ തന്നെ സിനിമകളിലും സീരിയലുകളൊക്കെ കാണിക്കുമ്പോൾ മദ്യപിക്കുന്ന രംഗം, പുകവലിക്കുന്ന രംഗം വരുമ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് എഴുതി കാണിക്കും. അതേസമയം അതിലെ നായകൻ ഇതുവരെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഒന്നും എഴുതി കാണിക്കുന്നില്ല. അതിനവരങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്തത്. ഇത്തരം സിനിമകളിൽ ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞത് കുട്ടികളെങ്കിലും ഇത് ഉപയോഗിക്കരുതെന്നൊരു നിയമപ്രകാരം മുന്നറിയിപ്പ് കൊടുക്കാൻ തയ്യാറാണ്. അതിന് സർക്കാർ തയ്യാറാണ്. ഇത് കോടിക്കണക്കിന് അല്ലെങ്കിൽ ഇത്ര പരസ്യങ്ങൾ അവർ അപ്പിയർ ചെയ്യുന്നത് അവസാനിപ്പിക്കണം. കായിക താരങ്ങൾ റൊണാൾഡോ പോലെ ചങ്കുറപ്പുള്ള കക്ഷികൾ ഉണ്ടാവണം. അല്ലെങ്കിൽ മലയാളത്തിലും അങ്ങനെ കുറച്ച് പേരൊക്കെ ഇതിനകത്ത് സിനിമ സൂപ്പർ താരങ്ങളൊക്കെ ഇത്തരം പരസ്യങ്ങളിൽ നിന്നും മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിലൊരു വലിയ ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇത് ചെയ്യാതിരിക്കുന്നത് വളരെ ദയനീയമാണ്. ഒരു കായിക തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമ്പോൾ ഇത്തരം ഈ ദുഷ്ടലാക്കോടും ലാഭേച്ഛയോടും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു തലമുറ നശിപ്പിച്ച് കളയുന്നത്. അതിനെതിരെ ഒരു ബോധവൽക്കരണമാണ് ശരിക്കും വേണ്ടത്. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത് രക്ഷിതാക്കളും ഈ കായിക അധ്യാപകരും ക്യാമ്പുകൾ നടത്തുന്നവരൊക്കെ വളരെ കാര്യമായി ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് എല്ലാ ഇൻഡോർ സ്റ്റേഡിയങ്ങളിലും ടർഫുകളിലും എല്ലാം മൾട്ടിനാഷണൽ കമ്പനികളുടെ റീസണുകളുടെ വെച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണ്. കുട്ടികളെങ്കിലും 18 വയസ്സ് വരെ, ഇപ്പോൾ 21 വയസ്സ് വരെയുള്ളവർക്ക് മദ്യം കൊടുക്കില്ല. അതുപോലെ 21 വയസ്സ് വരെയുള്ളവർക്ക് ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കൊടുക്കില്ലെന്ന് തീരുമാനിക്കാവുന്ന കേസ്. കാര്യം ഒരു തലമുറയെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിൽ നമുക്കൊരു പരിധിയുണ്ട്. എന്ത് കണ്ടാലും കുട്ടികൾ പെട്ടെന്ന് ആകർഷകരായി പോകും. അപ്പോൾ അതിൻ്റെ ദോഷം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന മുതിർന്നവർ അതിനെതിരെ ഒരു നിലപാടെടുക്കുക. സർക്കാർ സംവിധാനങ്ങൾ അതിനെതിരെ രംഗത്ത് വരിക. അതാണ് ഒരു മാർഗം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ തലമുറ നഷ്ടപ്പെടും. ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന്. മദ്യപാനം മാത്രമല്ല, സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് നിങ്ങളുടെ ഒരു കായിക രംഗത്ത് നിങ്ങളുടെ ഒരു സഹകരണമോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതാവും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷകളെ കരിച്ചു കളയുന്ന ഒരു സംവിധാനമായി മാറും. അല്പനേരത്ത് ദാഹം ശമിക്കാൻ വേണ്ടി, ഒരു രുചിക്ക് വേണ്ടി നമ്മൾ കുടിക്കുന്നത് നാളെ അവരുടെ ഭാവിയെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. മദ്യപാനത്തിനെക്കാട്ടിയും ലഹരി ഉപയോഗത്തിനെക്കാട്ടിയും വലിയൊരു ഉപയോഗമാണ് ഇതിൽ നടക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെടേണ്ടത് നിരോധിക്കുന്നില്ല. അത് നമ്മുടെ മാർക്കറ്റുകളിൽ ഇങ്ങനെ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുതിയൊരു സബ്ജക്റ്റുമായി അടുത്ത ദിവസം കാണാം.